നമസ്കാരം. ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ LDF ഭരണമാണ്. സർക്കാരുകൾ മാറി മാറി വരും, ആരോഗ്യവകുപ്പ് അതുപോലെ തുടരും. ആശുപത്രിയിൽ നടത്തുന്ന നഴ്സുമാരും ഡോക്ടർമാരും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പോളിസികൾ തീരുമാനിക്കുന്നത്, ആരോഗ്യവകുപ്പ് എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മന്ത്രിസഭയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ കഴിഞ്ഞ 9 വർഷമായിട്ട് ആരോഗ്യവകുപ്പ് ഒരു നാഥനില്ലാ കളരിയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരും വലിയ മേലുദ്യോഗസ്ഥന്മാരുമൊക്കെ തനിയെ നയിച്ചുകൊണ്ടൊരു വകുപ്പാണ്. ഇവരെന്നൊക്കെ നേതൃത്വം പിടിച്ചു വാങ്ങി മന്ത്രിമാർക്കുള്ള വൺ മാൻ ഷോയ്ക്കായിട്ടും അവരെ പ്രകടനങ്ങൾ വെച്ചിട്ട് സിനിമ എടുക്കാനും വേണ്ടി ആരോഗ്യവകുപ്പിനെ ഉപയോഗിച്ചിരുന്നു. 41 വർഷമായിട്ട് ഈ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥിയായത് മുതൽ ഓരോ ദിവസവും ഈ മേഖല അറിയാം, പല രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പ് അറിയാം. ഇത്രയും നല്ലൊരു സംസ്ഥാനത്ത് ഇത്രയും നല്ല സാക്ഷരതയുള്ള, ആരോഗ്യ അവബോധമുള്ള, പറഞ്ഞാൽ കേൾക്കുന്ന മനുഷ്യരുള്ളൊരു നാട് ഇതിൽ കൂടുതൽ നശിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴും പറയുന്നത് നമ്പർ 1 ആണെന്നാണ്. നമ്പർ 1 പണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ, ഇപ്പോഴും ചിലതിലൊക്കെ നമ്പർ 1 ആണ്. എന്താണ്? സ്ത്രീകളുടെ സാക്ഷരത കൂടുതലായതുകൊണ്ട്, വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് വീടുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട്. അത് 1-ാം നമ്പർ ആകുന്നതിന് കാരണമാണ്. ഇവിടെ കേരളത്തിലേക്ക് ഒഴുകുന്ന 41 നദികളുണ്ട്, വെള്ളമുണ്ട്, ശുദ്ധജലമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. അതുകൊണ്ട് നമ്പർ 1 ആകാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷമുള്ള ജനാധിപത്യ ഗവൺമെൻറ് കാലത്തുമൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ ആരോഗ്യവകുപ്പിന് കേരളത്തിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രകൃതി ആരോഗ്യത്തിന് മെച്ചപ്പെട്ടാണ്. ഈ കേരള മോഡൽ എന്ന് പറയുന്നത് കഴിഞ്ഞ പിണറായി സർക്കാർ കൊണ്ടുവന്ന എന്തോ സാധനമാണെന്ന തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. കോവിഡ് കാലത്ത് കേരളം എന്തോ ചെയ്താണ് കേരള മോഡൽ. അങ്ങനെയല്ല, അത് അബദ്ധമാണ്. അതറിയാതെ പറയുന്നവരാണെങ്കിൽ തിരുത്തണം. കേരള മോഡലിനെ പറ്റി 70-കളിലും 80-കളിലും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയുണ്ട്. പൊതുവേ വരുമാനം കുറഞ്ഞൊരു നാട്ടിൽ, സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ആരോഗ്യ സൂചികൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഈ കേരള മോഡലിനെ പറ്റി പറഞ്ഞത്. നമുക്ക് ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറവാണ്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കുറവാണ്. ഇതേതെങ്കിലും ഒരു കഴിഞ്ഞ 9 വർഷത്തെ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നതല്ല. ഇവിടെ ആയുർദൈർഘ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കേരളത്തിൽ കൂടുതലാണ്. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സർക്കാരുകൾക്കുള്ളത്. ഈ മന്ത്രിമാരും സർക്കാരൊക്കെ മാറി വരികയും പോവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ആരോഗ്യവകുപ്പുണ്ട്. കേരളത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. 19,000 പേര് നിരന്തരം പണിയെടുക്കുന്നൊരു വകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുണ്ട്, അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുണ്ട്, ഒരുപാട് മറ്റുദ്യോഗസ്ഥരുണ്ട്, നഴ്സുമാരുണ്ട്, ആശുപത്രികളിൽ ഇതര സ്റ്റാഫുണ്ട്. ഇവർ പട്ടാളം പോലെയാണ് പ്രവർത്തിക്കുന്നത്. വളരെ സുഖമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു പ്രസ്ഥാനമാണ്. കോവിഡ് വന്നപ്പോൾ, നിപ്പ വന്നപ്പോൾ ഇതൊരു മന്ത്രിമാരുടെ പ്രഹസനത്തിനും അവർക്ക് PR വർക്കിന് വേണ്ടി വകുപ്പിനെ മാറ്റിക്കളഞ്ഞു. ഞാൻ ഉത്തരവാദിത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക്, എന്നെ കേൾക്കുന്നവർ എത്ര പേർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ അറിയാം? ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ പേരിലാണ് ആരോഗ്യവകുപ്പ് അറിയപ്പെട്ടിരുന്നത്. 10-25 വയസ്സാകുമ്പോൾ MBBS പാസ്സായി സർക്കാർ സർവീസ് കയറുന്ന അവർ 10-50 വയസ്സാകുമ്പോൾ 10-25 വർഷം സർവീസായി കഴിയുമ്പോൾ അവർ ആരോഗ്യവകുപ്പ് ഡയറക്ടറാകുന്നത്. അവർ ഈ വിഷയം അരച്ച് കലക്കി കുടിച്ചവരാണ്. അവരെല്ലാവരും മൂലക്കിരുത്തിയിരിക്കുകയാണ്. കോവിഡ് സമയം, ആ സമയത്തിന് ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉപേക്ഷിച്ചിട്ട് പോയി. അവരെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. അതിനുശേഷം 2 വർഷത്തോളം ആരോഗ്യവകുപ്പ് ഡയറക്ടറിൻ്റെ തസ്തിക ഒഴിഞ്ഞു കിടന്നു. കേരളത്തിൽ ആലോചിച്ച് നോക്കണം. 1-ാം നമ്പർ എന്ന് പറയുന്ന കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തസ്തിക ഒഴിഞ്ഞു കിടന്നു. ഇപ്പോഴും ഒരാളുണ്ട്, അഡീഷണൽ ഡയറക്ടർമാരുണ്ട്. അവർക്കൊന്നും ഒരു പണി അവരെ ചെയ്യാൻ സമ്മതിക്കില്ല. ഇവർക്കിതിനകത്ത് സിനിമ എടുക്കലും PR വർക്കിനും വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ ആരോഗ്യമാണ് പ്രശ്നത്തിലായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്, ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജാണ്. ഒരുപാട് ഡോക്ടർമാരെ തലമുറകളുണ്ടാക്കിയൊരു ആശുപത്രിയാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. അവിടെ ഇപ്പോഴും നല്ല മെച്ചപ്പെട്ട ഡോക്ടർമാരാണ്, നഴ്സുമാരാണ്, മറ്റ് സ്റ്റാഫാണ്. പക്ഷെ അവിടെ ഒരു സാധനവും ഇല്ല. എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും പാവപ്പെട്ട രോഗികൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അത് പറയുകയാണ് കേരളത്തിൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജെല്ലാം 1-ാം തരം അവസ്ഥയിലാണെന്ന്. എന്തൊരു അക്രമമാണ്! മന്ത്രിക്ക് രാഷ്ട്രീയമാകും, പക്ഷേ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാമോ? കേരളത്തിൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജാണെങ്കിൽ, കേരളത്തിൽ ഏറ്റവും നല്ല ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജെങ്കിൽ ശ്രീ അച്യുതാനന്ദൻ അവിടെയല്ലേ കിടത്തേണ്ടത്? അദ്ദേഹത്തെ കിടത്തിക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. മന്ത്രി ഏറ്റവും നല്ലതെന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് മന്ത്രി പോലും പോകില്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഒരു MLA പോകില്ല. ശ്രീ അച്യുതാനന്ദനെ പ്രൈവറ്റ് ആശുപത്രി കിടത്തി രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു താല്പര്യമില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ ഹാരിസ് പറഞ്ഞുകൊണ്ടാണ് പല പൊതുജനങ്ങൾ ഇതറിയുന്നത്.
അദ്ദേഹത്തിന് പൊതുജന പിന്തുണയും കിട്ടി. അദ്ദേഹത്തോട് നന്ദി പറയേണ്ടതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ യൂറോളജി ഓപ്പറേഷൻ ചെറുപ്പക്കാർക്ക് മുടങ്ങുന്നു എന്നൊരു ഡോക്ടർ പറഞ്ഞ് അയാൾ രാജിവെച്ച് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പൊതുജനം അറിയുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് പറയുകയാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ ആക്രമിക്കാനാണ് ശ്രമിച്ചിരുന്നത്. പറയുന്നവരെയൊക്കെ എതിർക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ നോക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞപ്പോഴും അദ്ദേഹം തള്ളിപ്പറഞ്ഞു, പിന്നെ നല്ല ആളാണെന്ന് പറഞ്ഞു, CPM ബന്ധമുള്ള ആളായുണ്ട്. ഇപ്പോൾ അയാളെ പിരിച്ചുവിടുന്നതിനെപ്പറ്റി പോലും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തതിനെപ്പറ്റി ആലോചിക്കുക എന്ന് പറയുകയാണ്. കേരള മനസാക്ഷി ഉണരണം. ഈ മെഡിക്കൽ കോളേജിൽ പോകുന്ന പാവപ്പെട്ടവരാണ്. അച്യുതാനന്ദന് സർക്കാർ ആശുപത്രി പോകണ്ട, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പോകണ്ട, MLAക്ക് പോകണ്ട. അവർ പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്ന് കാര്യം സാധിക്കും, അല്ലെങ്കിൽ അവർ വീട്ടിൽ ചെന്ന ആൾക്കാർ നോക്കും. ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജ് എനിക്കൊരു അപകടം പറ്റിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ എനിക്കറിയാം. വഴി കിടന്ന് മൃതപ്രായനായ രോഗിയെ കൊണ്ടുപോയിട്ട് എനിക്ക് ചികിത്സ വാങ്ങിച്ചു കൊടുക്കാൻ ഒരുപാട് സമയമെടുത്തു. അത്ര തിരക്കാണ്. ഡോക്ടർമാർ നന്നായാൽ മതിയോ? അവർക്ക് താങ്ങാവുന്നതിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് നോക്കാവുന്നതിൻ്റെ 10 ഇരട്ടി രോഗികളാണ് ആ ആശുപത്രികളിൽ വന്നടിയുന്നത്. കാർഡിയോളജിയിൽ ഒരു ദിവസം 700 പേരാണ് കാണേണ്ടത്, 3 ഡോക്ടർമാരാണ്. സാധാരണ രോഗിയെ നോക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗമായിട്ട് വരുന്ന 200 പേരെ എങ്ങനെ ഒരു ഡോക്ടർ നോക്കുന്നത്? ഇതൊരു റിയൽ പ്രശ്നമാണ്, യാഥാർത്ഥ്യമാണ്. കോവിഡ് സമയത്ത് അവിടുത്തെ സൂപ്രണ്ട് CPM ബന്ധമുള്ള ആളാണ്. അദ്ദേഹം എഴുതി കൊടുത്തു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1200 ഡോക്ടർമാരുൾപ്പെടെയുള്ള സ്റ്റാഫിനെന്ന് വെച്ചാലേ ആശുപത്രി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഒരാളെ കൊടുത്തിട്ടില്ല. ഒരുപാട് സസ്യകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഉള്ളവർ ഒഴിഞ്ഞു പോകാൻ രാജിവെച്ചോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുകയാണ്. അവിടെ തിരക്കിൻ്റെ ഇടയിൽ ചികിത്സ താമസിച്ചു കഴിഞ്ഞാൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്വാഭാവികമായിട്ട് അവർ ദേഷ്യം വരും. ഇവരുടെ ദേഷ്യം മുഴുവൻ കാണേണ്ടത് ഈ ഡോക്ടർമാരും നഴ്സുമാരുമാണ്. പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് അവരാണ്. സർക്കാരിൻ്റെ കുറ്റത്തിന് ജീവനക്കാർക്കാണ് തല്ല് കിട്ടുന്നത്. ഈ മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ ഈ ഡോക്ടർ ഹാരിഷ് പറഞ്ഞതല്ല, അതിന് മുമ്പുണ്ട്. അതിന് മുമ്പിരുന്ന ഡോക്ടറിൻ്റെ ക്ലാസ്മേറ്റാണ്. അദ്ദേഹം ലോൺ എടുത്തും സ്വന്തം ശമ്പളത്തിലും ഉപകരണങ്ങൾ വാങ്ങിച്ചാണ് അവിടെ ഓപ്പറേഷൻ നടത്തിയിരുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഡോക്ടർമാർ ഉപകരണങ്ങൾ സ്വന്തം കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഇതിന് അറുതി വേണ്ടേ? മന്ത്രി പറഞ്ഞ രോഗികളുടെ എണ്ണം കൂടിയോണ്ടാണ്. ഒരു സുപ്രഭാതത്തിൽ കേരളം തീരുമാനിച്ചാണോ നമുക്കെല്ലാവർക്കും രോഗിയാകാമെന്ന്? 9 വർഷമായിട്ട് ഇവർ ഭരിക്കുകയല്ലേ. കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടിയെങ്കിൽ അതിന് ബജറ്റ് വിഹിതം കൂട്ടണം. ധനകാര്യമന്ത്രി പറയുന്നത് കുറച്ചിട്ടില്ല എന്ന്. കുറയ്ക്കാതിരിക്കുകയല്ല, കൂട്ടുകയാണ് വേണ്ടത്. ആരോഗ്യമന്ത്രി പറഞ്ഞ അസംബ്ലിയിലാണ്, കല്യാണ സ്ഥലത്തല്ല. അസംബ്ലി പറഞ്ഞാൽ രോഗികളുടെ എണ്ണം കൂടുകയാണെന്ന്. എന്നിട്ട് പറയുകയാണ് ഗവൺമെൻറ് ആശുപത്രികൾ മെച്ചപ്പെട്ടായതുകൊണ്ട് രോഗികളെല്ലാം ഇങ്ങോട്ട് ഓടി വരികയാണ്. അതുകൊണ്ടല്ല. കോവിഡ് വന്നതിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നത്തിലുള്ള സംശയങ്ങൾ, ഇതെല്ലാം കൂടാതെ കോവിഡ് വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ പോയി, ആരുടെ കയ്യിലും പണമില്ല, തൊഴിൽ കുറവാണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. അവിടെ വരുന്നവർ ബുദ്ധിമുട്ടുകയാണ്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മരുന്ന് ഉൾപ്പെടെ സകല സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. നിന്ന് തിരിയാനടവില്ല. ഒരു കട്ടിൽ 2 പേരെ കിടത്തുകയാണ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ. 2 പേരും പരസ്പരം പകർന്ന രോഗങ്ങളുണ്ടായെന്ന് വരും. തറയിൽ കിടക്കുകയാണ് മനുഷ്യർ. ഇത് പറയുമ്പോഴത്തേക്ക് കൂടെ എല്ലാം ശരിയാണ്, കേരളം 1-ാം നമ്പറാണെന്ന് പറഞ്ഞാൽ മതിയോ? കേരളം നല്ല 1-ാം നമ്പറായിരുന്നു, അത് തകർത്തിട്ടുണ്ട്. ഇപ്പോഴും ചില 1-ാം നമ്പറായിട്ടിരിക്കുന്ന ജനങ്ങൾ നല്ലതായതുകൊണ്ടാണ്. ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളതാണ്, വൃത്തിയുള്ളതുകൊണ്ടാണ്, പുഴകളുള്ളതുകൊണ്ടാണ്, കിണർ വെള്ളവും ശുദ്ധമുള്ള വെള്ളം കൊണ്ടാണ്, വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഉണ്ടായിരുന്ന മാതൃക തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിനെ തകർത്ത് കളഞ്ഞു, ആരോഗ്യവകുപ്പിനെ നിർവീര്യമാക്കി കളഞ്ഞു. എന്നിട്ട് 1-ാം നമ്പർ എന്ന് പറയുകയാണ്. എന്നിട്ട് കേരളത്തെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? ബീഹാറുമായിട്ടും മധ്യപ്രദേശുമായിട്ടും ഉത്തർപ്രദേശുമായിട്ടും താരതമ്യപ്പെടുത്തിയിട്ട് 1-ാം നമ്പറെന്ന്. നമ്മുടെ കുട്ടിക്ക് ജയിച്ചോന്ന് ചോദിക്കുമ്പോൾ അടുത്ത വീട്ടിൽ തോറ്റ കുട്ടിയേക്കാൾ മാർക്കുണ്ടെന്ന് പറയുന്ന പോലെയാണിത്. എന്തൊരു കഷ്ടമാണിത്. എന്തെങ്കിലും പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെയൊക്കെ സംസ്ഥാന ദ്രോഹി എന്ന് വിളിക്കും. നമ്മൾ ബീഹാറിനേക്കാൾ മുന്നിലാണെന്ന് പറയും. എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ പറയും അമേരിക്കയ്ക്ക് തുല്യമാണെന്ന്. അമേരിക്കയിൽ 80 വയസ്സ് വരെ സ്ത്രീകൾ ജീവിച്ചിരിക്കുന്നു ശരാശരി, കേരളത്തിലുമുണ്ട്. പക്ഷേ അമേരിക്കക്കാർ 80-90 ആകുമ്പോൾ കാർ ഓടിച്ച് നടക്കുകയാണ്. ഇവിടുത്തെ സ്ത്രീകൾക്ക് ആരോഗ്യ സംവിധാനത്തിന് ഒന്നും വേണ്ട. അവർക്ക് പുറത്തിറങ്ങി നടന്ന് വ്യായാമം ചെയ്യാൻ ഈ നാട്ടിൽ സ്ഥലമുണ്ടോ? ഇതൊക്കെ ആലോചിക്കണ്ടേ? പഴയ തറവാട്ട് ചില കാരണവന്മാർ പറയും ഞങ്ങൾ വലിയ പേരായിരുന്നു, ഇപ്പോഴും പേരാണ്, ദാരിദ്ര്യമായിരിക്കും, പട്ടിണിയായിരിക്കും. അതുപോലെയാണ് ഞങ്ങളൊക്കെ വേദനയോടുകയാണ് പറയുന്നത്. CPM ഡോക്ടർമാരുടെ അഭിപ്രായം കൂടിയാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഭയന്ന് പറയാൻ നിവൃത്തിയില്ല. CPM ബന്ധമുണ്ടായിട്ടും ഹാരിസിനെ ഭീഷണിപ്പെടുത്തുകയാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. എന്ത് കഷ്ടമാണിത്. രാജാവ് നഗ്നാണെന്ന് പറഞ്ഞ കുട്ടിയെ വെടിവെക്കുന്നത് തുല്യമാണിത്. ഇതാരെങ്കിലും പറയണ്ടേ? ഇവിടെ എല്ലാം ഭദ്രമെന്നല്ലേ പറയുന്നത്. ഇത് ഏറ്റവും പുതിയ സംഭവം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടിഞ്ഞ് വീഴുകയാണ്. പഴയ കെട്ടിടമാണ്, പുതിയ വരുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കാം. പക്ഷേ കെട്ടിടിഞ്ഞ് വീണ ഉടനെ അവിടെയും പറയുകയാണ് ഞങ്ങളിവിടെ അത്രയും വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ കണക്കാണ് മനുഷ്യർ പറയുന്നത്, മന്ത്രി പറയുന്നത്. അവിടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് ആദ്യം നോക്കണ്ടായിരുന്നു. മന്ത്രിമാരാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. അവിടെ ആരും മരിച്ചിട്ടില്ല എന്ന്. ഇപ്പോൾ മരണം സംഭവിച്ചു. എന്താ ദൗർഭാഗ്യകരമാണ്. അസുഖം വരുമ്പോഴാണ് ആശുപത്രി പോകുന്നത്, ജീവൻ രക്ഷിക്കാണ് ആശുപത്രി പോകുന്നത്. അവിടുത്തെ മതിലിടിഞ്ഞ് വീണ് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ വഴി കിടന്ന
നാട്ടുകാർ മരിച്ചു എന്ന് പറഞ്ഞിരുന്ന ഒരാളെ ഞാൻ എൻ്റെ സ്വന്തം എഫേർട്ടിൽ ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ രോഗിയെന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല. അതൊന്നും ഒരു ട്രോളി പിടിക്കാൻ ഒരാളവിടെ കിട്ടുന്നില്ല. അവിടെ അകത്ത് ചെന്നപ്പോൾ ഡോക്ടർമാർ നഴ്സുമാർ അകത്ത് കിടന്ന് നെട്ടോട്ടമാണ്. അവർ താങ്ങാൻ പറ്റുന്നത്ര എണ്ണമല്ല അവിടെ വന്നു മറിയുന്നത്. അവരെന്ത് ചെയ്യും? അപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ട്. കേരളത്തിലെ ആളുകൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കണം. ഇടത് മന്ത്രിസഭയാണ്ട് കേരളം എപ്പോഴും നമ്പർ 1 ആണെന്നും പറഞ്ഞ് വാഴ്ത്തുപാട്ടുകാരെ മാത്രം പ്രോത്സാഹിപ്പിച്ച് ഇതുപോലെ സംഭവിക്കും. കേരളം നാണം കെടുകയാണ്. കോവിഡ് കാലത്ത് എല്ലാ കള്ളത്തരവും കാണിച്ചു, അഴിമതി കാണിച്ചു, കള്ളക്കണക്കുകൾ കാണിച്ചു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സത്യം പറഞ്ഞ ഒരാൾ വെടിവെക്കാൻ നടക്കുകയാണ്. എന്തൊരക്രമമാണിത്? ഇത് ഇടതു മുന്നണിയുടെയോ അല്ലെങ്കിൽ CPM-ൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലാവരുടെ ആരോഗ്യ പ്രശ്നമാണ്. CPM ആശുപത്രിയും കോൺഗ്രസ് ആശുപത്രിയും ഉണ്ടോ? ഇടത് രോഗാണുവും വലത് രോഗാണുവും ഉണ്ടോ? ഇവിടെ പാവപ്പെട്ട നിവൃത്തിയില്ലാത്തവനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ കോളേജിൽ പോകുന്നത്, അല്ലെ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. അവന് ചികിത്സയാണ് ആവശ്യം. നിങ്ങളുടെ ഇടത് തള്ളല്ല ആവശ്യം, കള്ളക്കണക്കുകളല്ല ആവശ്യം. അവൻ്റെ അസുഖം മാറ്റി കൊടുക്കണം. ഇപ്പോൾ UDF-ൻ്റെ ഹെൽത്ത് കമ്മീഷൻ അധ്യക്ഷനായിട്ട് ഞാൻ സ്ഥാനം ഏറ്റെടുത്തു. എന്നെയും കളിയാക്കാനാണ് നോക്കുന്നത്. ഞാൻ നോക്കുന്ന ആരോഗ്യമന്ത്രി തോൽപ്പിക്കാനല്ല. അവരെൻ്റെയും കൂടെ ആരോഗ്യമന്ത്രിയാണ് ഈ നാട്ടിലെ ആരോഗ്യമന്ത്രി. ഇലക്ഷനിലേ ഉള്ള രാഷ്ട്രീയം. അവർ ആരോഗ്യമന്ത്രിയൊക്കെ എൻ്റെയും കൂടെ ആരോഗ്യം അവരാണ് നോക്കേണ്ടത്. അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഈ നാട്ടിലെ മുഖ്യമന്ത്രി എൻ്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ UDF കമ്മീഷനെ കളിയാക്കാൻ നോക്കുകയാണ്. സഹായമല്ലേ വേണ്ടത്? നമ്മളിവരെ ആരോഗ്യമന്ത്രി തോൽപ്പിക്കാനല്ല. ആരോഗ്യമന്ത്രി തോറ്റാൽ, ഈ നാട്ടിലെ ആരോഗ്യം തോറ്റാൽ ഞാൻ തോൽക്കുകയാണ്. എൻ്റെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്. ആരോഗ്യമന്ത്രി ജയിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇത് രാഷ്ട്രീയ ഇലക്ഷനല്ല. കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ്. അവർക്ക് പിഴവ് പറ്റരുത്. അവർക്ക് പിഴവ് പറ്റിയാൽ ഈ നാട്ടിലെ സാധാരണക്കാരാണ് ചത്തുപോകുന്നത്. അത് പറയുമ്പോൾ അതിന് വെല്ലുവിളിക്കാൻ നടക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ലെന്ന് പറഞ്ഞാൽ പറയുന്നവൻ പാർട്ടിക്കാരനാണെങ്കിൽ അവനെ ഉപദ്രവിക്കും. ഈ മന്ത്രിയൊക്കെ ആദ്യം ഒന്ന് വായിക്കണം ഈ ആരോഗ്യരംഗം എന്താണെന്ന്. 4 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ആരോഗ്യമന്ത്രിക്ക് വകുപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടെന്ന് എനിക്കറിയാം. എളുപ്പമല്ല. മെഡിക്കൽ രംഗത്തുള്ളവർക്ക് പോലും ഞങ്ങൾക്ക് പോലും ഇതിൻ്റെ കോംപ്ലക്സിറ്റി, ഇതിൻ്റെ സങ്കീർണത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവരതിനെപ്പറ്റി ഒന്നും വായിക്കുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യ നയമുണ്ട്. ഇടതുമുന്നണി അവതരിപ്പിച്ച കേരളത്തിലെ ആരോഗ്യ നയമുണ്ട്. ഇവരാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആരോഗ്യ നയം അനുസരിച്ചാണ് കേരളത്തിൽ ആരോഗ്യം നടപ്പാക്കുന്നതെന്ന് പറയണ്ടേ? ഈ മന്ത്രി അവതരിപ്പിച്ചൊരു പൊതുജനാരോഗ്യ ബില്ലുണ്ട്. ഇവർ പോലും വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതിനകത്ത് പറയുന്നുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ അധികാരി എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറാണെന്നാണ്. എവിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ? അവരെയല്ലേ ഇതിനകത്ത് മുന്നിൽ നിർത്തേണ്ടത്? ഒരു ലാത്തി ചാർജിന് DIG-യോ അല്ലെങ്കിൽ IG-യോ DGP ആണോ പോണത്? ആരോഗ്യരംഗത്തെ കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് അവർ പഠിച്ചവരാണ്, സാങ്കേതികമായി പഠിച്ചവരാണ്. അവർക്ക് ചെയ്യാൻ കഴിയും. അവരെ കൊണ്ട് ചെയ്യിക്കണം. മന്ത്രി നാളെ ചിലപ്പോൾ മന്ത്രി അല്ലായിരിക്കാം, MLA പോലും അല്ലായിരിക്കാം. ആണെങ്കിൽ ചിലപ്പോൾ വേറെ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കാം. ആരോഗ്യമന്ത്രി ആകുന്നതിന് ആ ദിവസം MBBS MD കിട്ടൂ. കിട്ടിയവനത് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. അപ്പോൾ മറ്റുള്ളവരെ സഹകരിപ്പിക്കണം. ഒരു വീട് തീ പിടിക്കുമ്പോഴത്തേക്ക് അയൽപക്കക്കാരൻ തീ അണയ്ക്കാൻ സഹായിക്കാൻ വരുമ്പോൾ നീ LDF-ഓ UDF-ഓ നോക്കൂ. ആരെങ്കിലും സഹായിക്കാനല്ലേ നോക്കേണ്ടത്? UDF-ൻ്റെ സഹായം മന്ത്രി അഭ്യർത്ഥിക്കുകയല്ലേ വേണ്ടത്? ഈ നാട്ടിൽ 10-30% പേരുടെ പിന്തുണയല്ലേ ഈ പാർട്ടിക്കും മുന്നണിക്കുള്ളൂ. ഒരുപാട് ഭരണപരിചയമുള്ള പഴയ ആരോഗ്യമന്ത്രിമാരോട് ജീവിച്ചിരിപ്പില്ലേ? ഇവരുടെയൊക്കെ സഹായമല്ലേ വേണ്ടത്? ഒരു അപകടം പറ്റും, തീ പിടിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രം തീ അണയ്ക്കാൻ ഏതെങ്കിലും വീട്ടിൽ പറയൂ? എന്തൊരു നാണക്കേടാണ്. ഒരു സഹായിക്കുക. UDF ഒരു കമ്മീഷൻ ഉണ്ടാക്കി അതിനെ കളിയാക്കാൻ നോക്കുകയാണ്. കേരളത്തോട് യാതൊരു കടപ്പാടില്ലാത്തവരാണ് ഈ കേരളം ഭരിക്കുന്നത്. അവർക്ക് പാർട്ടി മാത്രമാണ്. അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളും വ്യക്തിപരമായ നേട്ടങ്ങളും. മന്ത്രിസ്ഥാനമൊക്കെ പോവും. ഇവിടുത്തെ ആശുപത്രി നല്ലതാണെങ്കിൽ ഈ മന്ത്രിമാർക്ക് നാളെ ജീവിതം നീട്ടി കിട്ടുകയുള്ളൂ. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ശ്രീ അച്യുതാനന്ദനെ പ്രൈവറ്റ് ആശുപത്രിയിൽ കിടത്തിയിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഉള്ളവൻ, കീശയിൽ പണമുള്ളവന് പോയി പ്രൈവറ്റിൽ. ഇവിടുത്തെ പാവപ്പെട്ടവരെ പോവും. എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഫീസ് കൊടുക്കാൻ പറ്റാത്ത. എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് കടമെങ്കിലും എടുക്കാം, ലോണെങ്കിലും എടുക്കാം. ഇപ്പോൾ ആരോഗ്യമന്ത്രി ആദ്യം ആരോഗ്യത്തെപ്പറ്റി മനസ്സിലാക്കണം. അവരെ വകുപ്പിൽ ഒരുപാട് അവരെഴുതിയ കടലാസുകളെങ്കിലും അവരൊന്ന് വായിക്കണം. എന്നിട്ട് വേണം ഈ കാപട്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലും. ഈ മനുഷ്യൻ ഏറ്റവും തകർന്നു നിൽക്കുമ്പോൾ രാഷ്ട്രീയം പറയാനാണ് നോക്കുന്നത്.